പൊന്നാനിയിൽ കുടിവെള്ളക്ഷാമത്തിനു പുറമെ കുടിവെള്ള പമ്പിംഗ് മുടങ്ങുന്നതും പതിവാകുന്നു. കുടിവെള്ള വിതരണവും അവതാളത്തിലായതോടെ ജനം ശുദ്ധജലത്തിനായി നെട്ടോട്ടമോടുന്നു. കടുത്ത വേനലിൽ തൊണ്ട നനയ്ക്കാൻ ശുദ്ധജലം ലഭിക്കാതെ പൊന്നാനിയിലുള്ളവർ നെട്ടോട്ടത്തിലാണ്. വേനലിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായതിനിടെ വൈദ്യുതി ഇടയ്ക്കിടെ പണിമുടക്കുന്നത് മൂലം വാട്ടർ അതോറിറ്റിയുടെ പമ്പിങ്ങും ഇടവിട്ട് നടക്കുന്നതിനാൽ മിക്ക മേഖലയിലും വെള്ളമെത്തുന്നില്ല. ഇതിനിടെ ശുദ്ധജല ദൗർലഭ്യം മൂലം നഗരസഭയുടെ കുടിവെള്ള വിതരണവും താളം തെറ്റി. പകരം സംവിധാനമൊരുക്കാൻ ജലവിഭവ വകുപ്പ് തയ്യാറാകാത്തതും കുടിവെള്ളക്ഷാമം രൂക്ഷമാക്കുകയാണ്. വാട്ടർ അതോറിറ്റി പലപ്പോഴും വിതരണം നിർത്തിവെക്കുന്നതിനാൽ നിത്യാവശ്യങ്ങൾക്ക് പോലും വെള്ളം ഉപയോഗിക്കാനാവാത്ത ഗതികേടിലാണ് പൊന്നാനിയിലുള്ളവർ. വരൾച്ചയുടെ ഭാഗമായി അഥവാ കടുത്ത ചൂടും അതുപോലെ തന്നെ വരൾച്ചയും നേരിടുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ വരൾച്ചാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കുടിവെള്ള വിതരണം മുൻകാലങ്ങളിലെ പോലെ തന്നെ നഗരസഭ ടെൻഡർ വിളിച്ച് ലിറ്ററിന് 32 പൈസ നിരക്കിൽ കോൺട്രാക്ടറെ നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ നഗരസഭ വിതരണം ചെയ്യുന്ന കുടിവെള്ളം സാധാരണയിൽ കുടിവെള്ള സ്രോതസ്സുകളിലുള്ള വെള്ളത്തിൻ്റെ കുറവ് കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഈ സമയത്ത് നമ്മളങ്ങനെ ടെൻഡർ വിളിച്ച് കുടിവെള്ള വിതരണം നടത്തുന്നത്. പക്ഷേ ഇത് വാട്ടർ അതോറിറ്റി തുടർച്ചയായിട്ട് പമ്പിങ് നിർത്തിവെച്ചിട്ടുള്ള സാഹചര്യത്തിൽ ജനങ്ങൾക്ക് കുടിവെള്ളത്തിൻ്റെ ലഭ്യത കുറവ് മൂലം തന്നെ ആവശ്യക്കാർ കൂടുന്ന സാഹചര്യം പിന്നെ നഗരസഭയിലുണ്ടായിട്ടുണ്ട്. ഇത് വ്യാപകമായിട്ടുള്ള പരാതി പൊതുജനങ്ങളിൽ നിന്നും അത് വളരെ ഒരു അമർഷം പൊതുജനങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നതായിട്ട് ശ്രദ്ധപ്പെട്ടിട്ടുണ്ട്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം നമുക്ക് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഒരു ഒറ്റ തവണയായിട്ട് മാസത്തിൽ 13,80,000 രൂപയാണ് പൊതു ടാപ്പുകളിലൂടെയുള്ള കുടിവെള്ള വിതരണത്തിന് വേണ്ടി നഗരസഭ ചെലവഴിക്കുന്നത്. അതോടൊപ്പം തന്നെ നഗരസഭ ഈ കുടിവെള്ള വിതരണത്തിന് വേണ്ടിയിട്ട് 36 ലക്ഷം രൂപ കഴിഞ്ഞ വർഷം നമ്മൾ ചെലവഴിച്ചു. അപ്പോൾ കുടിവെള്ളം എന്ന പ്രാഥമികമായിട്ടുള്ള ഒരു ഘടകം ജീവിതത്തിൽ ഉറപ്പുവരുത്തുന്നതിനുള്ള അനിവാര്യമായിട്ടുള്ള ചുമതലയായിട്ട് നഗരസഭ അതിനെ കണ്ടുകൊണ്ടാണ് ഇത്തവണ കുടിവെള്ള വിതരണം നമ്മൾ നടത്തുന്നത്. അപ്പോൾ പല മേഖലകളിലും വ്യാപകമായ രീതിയിൽ ആവശ്യക്കാർ കൂടുന്നത് കൊണ്ടും കുടിവെള്ളം പമ്പിങ് നിലച്ച സാഹചര്യത്തിലും അടിയന്തരമായിട്ട് കുടിവെള്ളം ലഭ്യമാകാത്ത സാഹചര്യം നിലവിലുണ്ടെന്നുള്ള പരാതി ഉയർന്ന സാഹചര്യത്തിൽ കൂടുതൽ വാഹനങ്ങൾ കുടിവെള്ള വിതരണവുമായി ബന്ധപ്പെടുത്തി ഉപയോഗപ്പെടുത്തുന്നതിന് കരാറുകാരെ വിളിച്ച് ഇന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും വേനൽ കനക്കുന്നതോടുകൂടി പ്രത്യേകിച്ച് വൈദ്യുതിയുടെ ഉപയോഗം രാത്രികാലങ്ങളിൽ വളരെ കൂടുതലാണ് എന്നുള്ള ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിലുള്ള വൈദ്യുത ലൈനുകൾ എന്ന് പറഞ്ഞാൽ ഹൈ വോൾട്ടേജിൽ വൈദ്യുതി ഉപയോഗപ്പെടുത്തുന്നതിനുള്ള കപ്പാസിറ്റിയുടെ നിയന്ത്രണത്തിൻ്റെ ഭാഗമായിട്ട് KSEB ഇടക്കാലത്ത് എല്ലാ ദിവസങ്ങളിലും പവർ ഓഫ് ചെയ്യുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇത് സാരമായ രീതിയിൽ നമ്മുടെ വാട്ടർ അതോറിറ്റിയുടെ പമ്പിങ്ങിനെ ബാധിക്കുന്നുണ്ട് എന്നാണ് വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരെ കഴിഞ്ഞ ദിവസം നമ്മൾ വിളിച്ചപ്പോൾ അവർ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ പമ്പിങ് തുടർച്ചയായിട്ട് നടത്തുന്നതിനും ടാങ്കുകളിൽ വേണ്ടത്ര ജലം സംഭരിക്കുന്നതിനുള്ള ഒരു സപ്ലൈ വാട്ടർ അതോറിറ്റിക്ക് ലഭ്യമാകാത്തത് കൊണ്ടാണ് കഴിഞ്ഞ ഏതാണ്ട് ഒരാഴ്ചക്കാലമായിട്ട് പമ്പിങ് നിലയ്ക്കാൻ സൈഡായത് എന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ വിഷയത്തിൽ അടിയന്തരമായിട്ടുള്ള ഒരു ഇടപെടൽ നഗരസഭയുടെ ഭാഗത്തു നിന്നും നമ്മൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഈ പമ്പിങ് ഇടവിട്ടുള്ള ദിവസങ്ങളിൽ പമ്പിങ് നടത്തുന്നതിനുള്ള ഒരു എന്താ പറയുക ഇപ്പോഴത്തെ നിലവിലുള്ള സാഹചര്യം മാറ്റിയിട്ട് തുടർച്ചയായിട്ട് 1-2 ദിവസം തുടർച്ചയായിട്ട് പമ്പിങ് നടത്തുകയും അതിനനുസരിച്ച് ഉള്ള ഒരു നിയന്ത്രണം ജലത്തിൻ്റെ ഉപയോഗത്തിൽ നിയന്ത്രണം വരുന്നതിന് ജനങ്ങൾക്ക് നിർദ്ദേശം കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് വാട്ടർ അതോറിറ്റി ഇപ്പോൾ നമ്മൾ അറിയിച്ചിട്ടുള്ളത്. നാളെ കൗൺസിൽ യോഗം വിളിച്ചിട്ടുണ്ട്. ആ യോഗത്തിൽ എന്തായാലും വാട്ടർ അതോറിറ്റിയുടെ ആളുകൾ വരും, കാര്യങ്ങൾ കൗൺസിലർമാരുമായി പങ്കുവയ്ക്കുകയും ജനങ്ങളിലേക്ക് സന്ദേശം എത്തിക്കുകയും ചെയ്യും. എന്നാൽ ജനങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് പൂർണ്ണമായും നഗരസഭ കൂടുതൽ വാഹനങ്ങൾ ഏർപ്പെടുത്തുന്നതിനാണ്. നഗരസഭയും മറ്റ് സാമൂഹ്യ സംഘടനകളും ടാങ്കറുകളിൽ വിതരണം ചെയ്യുന്ന വെള്ളം മാത്രമാണ് ഇപ്പോൾ ദാഹമകറ്റാൻ കിട്ടുന്നത്. ഇത് നഗരസഭയുടെ എല്ലാ വാർഡുകളിലേക്കും എത്താത്ത സ്ഥിതിയുമുണ്ട്. വേനലിൽ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന മേഖലകളിലാണ് പ്രശ്നം രൂക്ഷമായിരിക്കുന്നത്. നാട്ടുകാരുടെ പരാതി കേട്ട് നിസ്സഹായാവസ്ഥയിലാണ് വാർഡ് കൗൺസിലർമാർ. NCV ന്യൂസ്, പൊന്നാനി. നൂതൻ ഫാൻസി ഓർണമെന്റ്സും കോസ്മെറ്റിക് കളക്ഷൻ, ന്യൂ ബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിംഗ്സ് സജ്ജമായിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. കൽപ്പക വെഡ്ഡിംഗ്സ്,
പട്ടാമ്പി റോഡ്, കുന്നംകുളം.